ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കാശ്മീരി ചിക്കൻ മസാലയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കിലോ വരുന്ന ഒരു ചിക്കനാണിത്. അപ്പോൾ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയോട്ട് നമുക്കിവിടെ ആഡ് ചെയ്യണം. ഉപ്പ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നില്ല. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വെന്തൊന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഉപ്പ് അതിൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എല്ലാ ചിക്കൻ്റെയും മസാല പുരട്ടുന്നത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഏകദേശം ഒരു 15-20 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. ഇവിടെ എല്ലാ മസാലയെല്ലാം എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് ഒരു 3/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഞാനിവിടെ ഒരു 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളിയുടെ കളർ മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതായിപ്പം ഉള്ളിയുടെ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീർന്ന് കുറച്ച് വയ്ക്കാൻ വേണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം. ഉള്ളി ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പം നമുക്ക് ഇനി അതിലേക്ക് മസാലപ്പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാല ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മസാല നല്ലപോലെ മൂക്കുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കണം. എണ്ണയിൽ തന്നെ കിടന്ന് ഒരു 10 മിനിറ്റോളം നമുക്ക് മസാല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ഈ മസാല നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറേശ്ശെ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ഈ മസാല ഇളക്കിക്കൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ. മസാല കരിഞ്ഞു പോകരുത്, ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി മറ്റേ സ്റ്റൗവിൽ ഞാൻ വേറൊരു പാൻ വെച്ചതിന് ശേഷം ബാക്കി വെച്ചിരിക്കുന്ന ആ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. തിക്കി ഇടരുത്. ഒന്നിന് മേളിൽ ഒന്നായിട്ട് ഇട്ട് കൊടുക്കില്ല, വേറെ ഇതുപോലെ നമ്മുടെ പാനിനകത്ത് നമ്മുടെ പാത്രത്തിൽ കൊള്ളുന്ന അനുസരിച്ച് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 2 ബാച്ചായിട്ട് വേണമെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൊള്ളുന്നത് പോലെ ഇതുപോലെ ഒത്തിരി അങ്ങ് റഷാക്കി ഇടരുത്. ഇത്രയും കുറേശ്ശെ ഇട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന ചിക്കൻ്റെതനുസരിച്ചിരിക്കും. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മസാല കൂടി നമുക്ക് നോക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ അവിടെ ഫ്രൈ ആയിക്കൊള്ളും. മുഴുവൻ ഒത്തിരി ഫുള്ളായിട്ട് നമ്മൾ വേവിച്ചല്ല ഫ്രൈ ചെയ്ത് നമുക്ക് ഗ്രേവിക്കകത്ത് കിടന്ന് നമ്മുടെ ചിക്കൻ വേവണം. അതുകൊണ്ട് നമുക്ക് ഒരു പകുതി വേവാകുന്നത് പോലെ നമുക്ക് ഫ്രൈ ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് മറിച്ചിട്ട് നമുക്കിതൊന്ന് ചിക്കൻ്റെ കളർ മാറുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി നമ്മുടെ മസാല ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 8 മിനിറ്റോളമായി. ഇനി അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തു. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 3 തക്കാളി പ്യൂരിയാക്കിയതാണ്, അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ മസാല നമുക്ക് ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമുക്കിതുപോലെ ഈ തക്കാളിയും ഒക്കെ വേകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. മസാലയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിവിടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതുപോലെ നമുക്കിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് നമ്മുടെ മസാല നമുക്കിതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് മസാലയുടെ കളർക്ക് മാറി. ഇതാണ് ഈ കറിയുടെ പ്രത്യേകത. നന്നായിട്ട് മസാല ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, മസാല ഫ്രൈ ആയപ്പോൾ അതിൻ്റെ കളർ കണ്ടോ മാറി വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്ന ചിക്കൻ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം വേണം ഈ പാലൊഴിച്ച് കൊടുക്കാൻ. തക്കാളിയൊക്കെ നന്നുപോലെ വെന്തതിന് ശേഷം വേണം നമ്മളതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കതിനകത്തേക്ക് എന്നിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ഫുള്ളായിട്ട് വെന്തിട്ടില്ലാത്തത് കൊണ്ട് ചിക്കൻ വേവാനും കൂടിയുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചത് വേവിക്കാം. നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം ചിക്കൻ വേവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഇത് നോക്കണം. ഇപ്പം നമ്മളുടെ കാശ്മീരി ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തി, പൊറോട്ട, അല്ലെങ്കിൽ നാൻ, അല്ലെങ്കിൽ ഇടിയപ്പം, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു കറിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.